നമസ്കാരം, ഭൂമികയിലേക്ക് സ്വാഗതം. ഭൂമിക ഇന്ന് പയ്യന്നൂരിൽ നിന്ന് കുറേ ദൂരെയാണുള്ളത്, ശ്രീകണ്ഠാപുരത്താണുള്ളത്. മലപ്പട്ടം അടുവാപ്പുറത്താണുള്ളത്. അടുവാപ്പുറത്ത് ഇപ്പോഴും 70 വയസ്സിലും ചെറുപ്പം സൂക്ഷിക്കുന്ന ബ്ലോഗർ കൂടിയായ ഹൈമവതി അമ്മയുടെ കൂടെയാണുള്ളത്. വിശേഷങ്ങൾ അറിയാം. ഞാൻ കൃഷീൻ്റെ മുമ്പിലാണ് ഉള്ളത്. കണ്ടാ കൃഷി ചെയ്ത്, പക്ഷെ വെയിലിലോട്ട് ശരിക്കും കാണുന്നില്ല, എന്നാലും കുറച്ച് കാണാൻ പറ്റും. നമ്മുടെ കൃഷിയെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. നീ കാണാഞ്ഞിട്ടല്ലേ, നീ വരാഞ്ഞിട്ടല്ലേ. പരീക്ഷ ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അതെയാ, എന്നിട്ട് അമ്മ വന്നേ? അത് ശരി, ആയിക്കോട്ടെ. ഇനിയിപ്പോൾ മക്കളെ എൻ്റെ കൂടെ നിൽക്കുന്നത് ആരാന്നറിയാം നിങ്ങൾക്ക്? പിന്നെ അഗ്നിവേശം എന്ന് പറഞ്ഞ വീഡിയോഗ്രാഫറും പിന്നെ സുധ പറഞ്ഞൊരു മോളും. ഇങ്ങോട്ട് ഇതാ കണ്ട, സുധ മോള് കണ്ട. നെറ്റ്വർക്ക് ചാനൽ പ്രോഗ്രാമിന്റെ പേര് ഭൂമിക. ഭൂമികയിൽ നിന്ന് വന്നതാണ്, ഭൂമികയിൽ നിന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ലൈവ് ഇടണം. സാധാരണ ഒരു പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരാള് വ്ലോഗ് ഇടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് സാധാരണ ഈ ഒരു പ്രായത്തില്, അതായത് ഒരു 70 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള, സാധാരണ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനുള്ള കഴിവ് വളരെ വിരളായിരിക്കും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവര്. ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ഹൈമവതി അമ്മ ഇത് പഠിച്ചെടുത്തത്? ഞാൻ കുടുംബശ്രീയില് പിന്നെ ഒരു 5-8 കൊല്ലം ഞാൻ 5-6 കൊല്ലം ഞാൻ 3 പ്രാവശ്യം ഞാൻ കുടുംബശ്രീ സെക്രട്ടറി ആയിട്ടിരുന്നേ. കുടുംബശ്രീയിൽ ആളില്ലാണ്ട് പിന്നെ കൊറോണേൻ്റെ സമയത്ത് 3-4 കൊല്ലം ഒന്നിച്ചതിന് ശേഷമാണ് അവർ തിരഞ്ഞെടുപ്പ് നടത്തിൻ്റെ. അങ്ങനെ ആയതിനു ശേഷം ഞാൻ ഒഴിവായി. പിന്നെ എനിക്ക് തീരെ കഴിയാതുകൊണ്ട് ആ സമയത്ത് പിന്നെ എല്ലാവരും ഈ ഓൺലൈനായിട്ടില്ല നേരം ഇത് വരുന്നത്. പിന്നെ അതിലിടയ്ക്ക് എനിക്കും ഒരു സ്മാർട്ട് ഫോൺ മേടിക്കണമെന്നുണ്ട്. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യമെല്ലാം നമുക്ക് ഇതിന് എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഒരു ഫോൺ മേടിച്ചു. അതങ്ങനെ കുറേശ്ശെ പഠിക്കാൻ തുടങ്ങി. പിന്നെ യൂട്യൂബ് കാണാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇതിൻ്റെ അകത്ത് നമ്മൾ അന്നേരം പിന്നെ നമ്മളെ സീരിയൽ ഇതിനകത്ത് കാണാൻ പറ്റുമല്ലോ. ഇതാവും നമുക്ക് ഇതിൽ കാണാൻ പറ്റിയില്ല. രാത്രിക്കായാലും പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു സീരിയൽ നേരം പോയി നമുക്കത് കാണാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് അതിനാണ് കാര്യമായിട്ട് ഞാൻ ഫോൺ വാങ്ങിയത്. സത്യത്തിൽ പറയുന്നത് എന്താ, ആദ്യം സ്മാർട്ട് ഫോൺ വാങ്ങിയത്. പിന്നെ അങ്ങനെയായി. പിന്നെ ഓൺലൈനായിട്ട് നിൽക്കുന്നു കുടുംബശ്രീയിൽ എല്ലാറ്റിനും ഫോട്ടോ എടുക്കലും ആക്കലും എല്ലാം വേണം. അന്നേരം പിന്നെ ഞാൻ കുടുംബശ്രീ തന്നെ ആയതുകൊണ്ട് അന്നേരം അതിന് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങി ഉപയോഗിച്ച് യൂട്യൂബിലെല്ലാം നോക്കലുണ്ട്. അന്നേരം രാത്രിയാകുമ്പം കിടന്നിട്ടാകുമ്പോൾ യൂട്യൂബ് നോക്കും. അങ്ങനെയെല്ലാം എന്തെല്ലോ ചെയ്യല്ലോ. എന്നോട് മുമ്പേ പറയാം എൻ്റെ ഇളയമേൻ്റെ മോൻ. എൻ്റെ ഓന എന്നോട് പറഞ്ഞു, നിനക്ക് നല്ല ഇങ്ങനെ കൃഷീൻ്റെ കാര്യമെല്ലാം ഇങ്ങനെ എൻ്റെ ഭാര്യ ഇങ്ങനെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ കൃഷിയിൽ എന്തെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞു, എനിക്ക് യൂട്യൂബ് എന്നല്ല, എനിക്ക് വരുമാനം ഭാരം. അങ്ങനെ ഞാൻ പറഞ്ഞു ലക്ഷങ്ങൾ ഭാരാന്ന് പറയുമ്പോൾ അന്നവൻ ഇങ്ങനെ ആക്കി. ഞാൻ പറഞ്ഞു നീ ഒന്ന് തുടങ്ങിക്കോ, ഞാൻ കാര്യം തന്നെ പറയുന്നത്. നമ്മളൊന്നുമില്ല, ഞാൻ ഇത്ര പേര് എനിക്ക് ഇംഗ്ലീഷിലും വായിക്കാനും എഴുതാനെല്ലാം അറിയല്ലോ. അതുകൊണ്ട് നമുക്ക് ഏതായാലും ശരി ഫോണെല്ലാം നോക്കാനെല്ലാം എനിക്കറിയാലോ. അതുകൊണ്ട് ഞാൻ ഏതായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. സോനുമോൻ, അമ്മൂമ്മേ, എല്ലാവർക്കും വേണ്ടി ഒരു ഡാൻസ് ആയാലോ എന്നൊരു നിൻ്റെ വകയൊരു ഡാൻസ് കളിച്ചെന്നാൽ അതാ നല്ലത് കേട്ടാ. സന്തോഷം. എന്തിനാണ് അമ്മയെ വെയിലത്ത് നിൽക്കുന്നത്? ഇവിടെ നിന്നത്, ഇവിടെ ഇവർ ചാനലിൻ്റെ അവർ വന്നിട്ടുണ്ട് മോനെ, അവരെടുക്കാൻ വേണ്ടിയിട്ട്. അതാ ഞാൻ ഇവിടെ നിന്നത്. രാജേഷ്, നീതു ഹാർട്ട് തരുന്നുണ്ട്. ഫിദ അവിടെ ആരാന്ന് ചോദിക്കുന്നത്. ഇതുവരെ ചാനലിൻ്റെ അവർ വന്നിട്ടുണ്ട്. വീഡിയോ കൃഷീൻ്റെ ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഞാൻ ലൈവ് ഇട്ടതാണ്. അങ്ങനെ എനിക്കും തോന്നി ഒന്ന് ചെയ്തു നോക്കാം. അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. നോക്കിയപ്പോൾ നല്ല വിജയം കാണുന്നുണ്ട്. പിന്നെ ആദ്യം ഒന്നും അറിയില്ല, ഓരോരാളോട് ചോദിക്കും എന്ന പോലെ വേണ്ടുന്ന ആദ്യം മനസ്സിലാക്കിയാൽ വെച്ചാൽ പിന്നെ ഞാൻ ചെയ്തു നോക്കിയിട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ ചില സമയത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട. ആദ്യം ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. ആദ്യം അതേപോലെ തന്നെ ഈ പിന്നെ യൂട്യൂബിൻ്റെ ആടെ പ്ലസ് ബട്ടൺ ഞെക്കിയാൽ ആടെ വീഡിയോ വരുമല്ലോ, നമ്മൾ എടുത്താൽ ആ വീഡിയോ എടുത്തിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ടില്ലായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു പേരൊന്നും കൊടുക്കില്ല, അങ്ങനെ തന്നെ ഇട്ടില്ല. പിന്നെ അത് പേര് കൊടുക്കണം എന്നായി, ടൈറ്റിൽ കൊടുക്കണം എന്ന് പറയും. പിന്നെ പറഞ്ഞു തമ്പനയിൽ കൊടുക്കണം എന്നായി. തമ്പനയിൽ കൊടുക്കാനൊക്കെ അറിയില്ല. ആദ്യം എൻ്റെ കൊച്ചുമക്കളന്ന് ആക്കിത്തരില്ല. അങ്ങ് കടവത്തൂരുള്ളൊരു രണ്ട് മക്കളുടെ അവരാക്കിത്തരും. പിന്നെ അവർക്കും സമയമില്ല. അവരുടെ സമയത്തിൻ്റെ എത്തുമ്പോൾ അവരും പോകുമല്ലോ. അവർക്കും വിഷമാകുമ്പോൾ എനിക്ക് തോന്നി ഇതൊരു ബുദ്ധിമുട്ടായല്ലോ. പിന്നെ ഞാനും അത് അതേപോലെ എന്നാൽ വേണിച്ച് നോക്കിയിട്ട് അങ്ങനെ പഠിച്ചു. അങ്ങനെ ഓരോരോ കാര്യം വരുമ്പോൾ ഇപ്പോൾ എന്തുവാണെന്ന് വെച്ചാൽ എല്ലാം ലൈവ് ഇടാനായാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാനതങ്ങനെ ചെയ്ത് ഓരോന്നിങ്ങനെ നോക്കി പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ ഇവിടെ എത്തിയത്. പേജിന്റെ പേരെന്താ? പേജിന്റെ പേരെന്താണ്? ഈ വ്ലോഗ് ചെയ്യുന്ന പേജിന്റെ പേര് ഹൈമാവതി കൃഷി വ്ലോഗ്. ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ട്?
ഇപ്പം 42,500 മേലെയായി. 42,500 മേലെ, 514 മറ്റാ നേരത്തെ ഞാൻ കണ്ട്. കോളേജിലെ പ്രൊഫസർമാരാണ് വർമ്മ, ശ്രീലക്ഷ്മി വർമ്മ, വിധുബാല, പിന്നെ അയ്യർ, പിന്നെ അമൽ മോഹൻ അവിടെ പഠിക്കുന്ന. ഞാൻ തളിപ്പറമ്പുണ്ട് ഒരു സെൽമ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവരെല്ലാം ഉണ്ട് വരുന്നതാണ്. പിന്നെ ഒരു ഡോക്ടറുണ്ട്, ഹേമലത ഡോക്ടറുണ്ട്, ഡൽഹിയിലാണ്. അവരെല്ലാം എൻ്റെ ലൈവിൽ വരുന്നതാണ്, എൻ്റെ ഇതിൽ വരുന്നതാണ് അവർ. അപ്പൊ അമ്മ എത്ര കാലമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്? ഞാൻ കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ ചെറുപ്പത്തിലേ ഒരു കൃഷി കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ്. ആദ്യം അമ്മ നടുമ്പേ അമ്മേൻ്റെ കൂട്ടത്തിൽ പോയിട്ട് വെള്ളം നനക്കലും അങ്ങനെ പോയിട്ട് ചെറുപ്പത്തിലേ അറിയാം എല്ലാം. പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ പിന്നെ ഇടിയിപ്പം വന്നത് മുതൽ ഒരു 40-45 കൊല്ലമായി. ഇവിടെ വന്നതിന് ശേഷമാണ് വിൽപ്പനക്കും. വയലിലെല്ലാം ഒരു 1/2 ഏക്കർ സ്ഥലം വയലെല്ലാം ഉണ്ട്. നമുക്ക് തന്നെ സ്വന്തം വയലുണ്ട്. അതിൽ കൃഷി ചെയ്തിട്ട് 2-3 വിളവ് അവിടെ തന്നെ എടുക്കും. പിന്നെ 2 നെല്ല് കൃഷി വെച്ചാകുമ്പോൾ ഒരു വളി ആടിയെടുക്കും. 2-ാം വളിയുള്ള സ്ഥലത്ത് പിന്നെ ഒറ്റ വളിയുള്ള സ്ഥലമുണ്ട്, വിരിപ്പ് മാത്രമുള്ള. ആടെ അവർ വിള കഴിഞ്ഞ പാട് ആടി നടും. അങ്ങനെ 2 വളി എടുക്കും കണ്ടത്തിൽ തന്നെ. പിന്നെ വർഷത്തിൽ പറമ്പത്ത് റബ്ബറെല്ലാം നട്ട് അതിൻ്റെ ലൈനിലെ കൂടി എല്ലാം കൂടി അങ്ങനെ നട്ടിട്ടും എല്ലാം വിൽക്കും. നല്ലപോലെ കൃഷി വിൽപ്പനക്ക് ഇവിടെ തന്നെ ചിലവാകും. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുക്കുകയും ചെയ്യും. ഏതെങ്കിലും പീടികയിൽ കൊണ്ട് കൊടുക്കും. പീടിയെ തന്നെ. ഇവിടെ നാട്ടിൽ തന്നെ 2-3 കടയുണ്ട്. എല്ലാ സാധനവും പോകും. എന്ത് സാധനമായാലും നടേണ്ട താമസയിലും പോയിക്കോടും. അപ്പൊ എന്തെല്ലാം തരം പച്ചക്കറിയാണ് കൃഷി ചെയ്യാറുള്ളത്? എല്ലാ പച്ചക്കറി ഉണ്ട്. തക്കാളി, മുളക്, വഴുതിന, പിന്നെ ഉള്ളി കൃഷിയെല്ലാം ഇപ്പം ചെയ്യാൻ തുടങ്ങി. ഉള്ളി കൃഷിയെല്ലാം 2 കൊല്ലം അതിൻ്റെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഉള്ളി ഉരുളക്കിഴങ്ങ് കൃഷിയെല്ലാം ചെയ്യുന്നത്. അതിലിടക്ക് ചെയ്യുന്നത് ഉള്ളി, തക്കാളി, പയറ്, വെണ്ട, പിന്നെ കോവക്ക, മറ്റേ ഇത് കോളിഫ്ലവർ ഉണ്ട്, ബീട്രൂട്ട്. ഇപ്പൊ ഒരു സാധാരണ ഒരു പച്ചക്കറി കടയിൽ കാണുന്ന എല്ലാ തരം പച്ചക്കറികളും ഇവിടെ ഉണ്ട്. ഒഴിവില്ല. അപ്പൊ സാധാരണ നമ്മള് തക്കാളി, അതുപോലെ വെണ്ടക്ക, ഇത്തരം പച്ചക്കറികൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളതാണ്. അപ്പൊ ഈ ഉള്ളി, ഉരുളക്കിഴങ്ങ് പോലുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാനുള്ള രീതി എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അത് ഞാനത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനെ ഒരു ഇതല്ല, ഇത് നടുമ്പോൾ തന്നെ അതും നട്ടു നോക്കുന്നതാണ്. ഞാൻ ഉള്ളി കൃഷിയെല്ലാം എല്ലാ കൃഷിയും ചെയ്യുന്നത് മണ്ണില്ല കൃഷിയാണ്. ഒരു തരി മണ്ണ് പോലും ഇല്ലാത്ത കൃഷിയാണ്. മുഴുവനും കൃഷിയും മണ്ണില്ല കൃഷിയാണ്. ഇതിലെന്തെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ചപ്പ്, പച്ചില വളം, ഉണങ്ങിയ വളം, സീമക്കൊന്നേരെ ചപ്പ് കാര്യമായിട്ട് വേണം. പിന്നെ ഉണങ്ങിയ പിന്നെ ഈ ഉണക്കച്ചപ്പില്ലേ, കരിയില, പിന്നെ പറമ്പത്തെ പുല്ല്, കാട്, എല്ലാ സാധനവും കളിയില, ഒരു വാഴയില, വാഴത്തട, എല്ലാം വാഴക്കൂർക്കില, വാഴേൻ്റെ കുറുക്കില്ല. അല്ല എന്ത് പച്ചക്കറി നല്ല വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഒന്നും ഞാൻ കളയില്ല. അതെല്ലാം അതിൻ്റെ അകത്ത് തറച്ചിട്ട് ഉണക്കിയിട്ട് എല്ലാം കൂടി പച്ചക്കറി ആക്കിയിട്ട് ബാഗിലാക്കിയിട്ട് നട്ടിട്ടാണ് ഞാൻ ചെയ്യുന്ന കൃഷി മുഴുവൻ. കൃഷി വ്ളോഗിൽ ഇപ്പൊ നമുക്ക് പൈസ കിട്ടാൻ തുടങ്ങിയോ? 3 പ്രാവശ്യം കിട്ടി. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 20-നാണ് ഞാൻ തുടങ്ങിയത്. ഡിസംബർ 25 എനിക്ക് മോണിയായി കിട്ടീനി. പിന്നെ എന്നിട്ട് ഫെബ്രുവരി കഴിഞ്ഞ് ഫെബ്രുവരി വരെ ആകുമ്പോഴേക്കും എനിക്ക് 174 മാറ്റം ഡോളർ കയറി ആ 2 മാസം കൊണ്ട്. പിന്നെ എനിക്കത് പിന്നെ മാർച്ച് 20 കഴിഞ്ഞ് 25 ആ പൈസ കിട്ടി. അതിൻ്റെ പൈസ കിട്ടി. പിന്നെ കിട്ടിയത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സുഖമില്ലാണ്ടായി പറ്റി അങ്ങനെ പിന്നെ ചില്ലറ കയറൂ. ഇങ്ങനെ ലൈവെല്ലാം ഇട്ടിട്ട് അങ്ങനെ കുറച്ച് ഇങ്ങനെ കയറുമല്ലോ. ഷോർട്ടെല്ലാം ആക്കിയിട്ടെല്ലാം ഇട്ടിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റാണ്ടായില്ലേ. അങ്ങനെ കൊണ്ടുപോയിട്ട് 5-6 മാസം കഴിഞ്ഞ ശേഷം പിന്നെ എനിക്കൊരു $100 പൈസ കിട്ടി. പിന്നെ ജൂലൈ വരെ ഉള്ളത്. പിന്നെ ആഗസ്റ്റ് മുതൽ ഇങ്ങോട്ട് ഇപ്പം ഈ മാസം കുറച്ച് പൈസ കിട്ടി. ഒരു $100 ചില്ലറ ഡോളറിന് കിട്ടി. ഇപ്പം ഇപ്രാവശ്യം ഇനിയിപ്പോൾ ഈ മാസത്തേത് മുതൽ വേറെ വെക്കും. അതിനിയിപ്പോൾ നമുക്ക് കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം അതന്നെ. ഇപ്പൊ അമ്മക്ക് ഈ ഒരു വ്ളോഗ് കൊണ്ട് എന്തൊക്കെ പോസിറ്റീവ്നെസ് ആണ് തോന്നുന്നത്? എനിക്ക് നല്ല വ്ളോഗ് എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു പിന്നെ എനർജി തോന്നുന്നുണ്ട്. മാത്രമല്ല എന്നെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാർ, കുറേ മക്കൾ എന്ന് പറഞ്ഞാലും അത്രയും നല്ല സ്നേഹമുള്ള മക്കൾ. എന്തിനും ഇപ്പം തന്നെ നീ കണ്ടില്ലേ, ലൈവിൽ തന്നെ കേട്ടില്ലേ, അമ്മ എന്താ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാഞ്ഞാൽ വന്നാലും കരയുന്ന ഇമോജി ഇടും. അങ്ങനെയെല്ലാം നല്ല നല്ല മക്കൾ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്നേഹമുള്ള മക്കളില്ല. അത്രയും കുറേ ആൾക്കാരെ നല്ല ആൾക്കാരെ കിട്ടി. അതും എനിക്ക് ഈ പ്രായമുള്ള സമയത്ത് എനിക്ക് അങ്ങനെ കിട്ടുമ്പം അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ചെറിയ കുഞ്ഞുമക്കളാണ് ഒരുപാട് വരുന്നത്. അമ്മൂമ്മയെന്ന് പറഞ്ഞിട്ട്. നമ്മളൊരു സോനുമോന്നിട്ട് വന്നില്ലേ, അവൻ തളിപ്പറമ്പില്ല, അല്ല തിരുവനന്തപുരത്താണ്.
കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് വന്നിട്ട് അമ്മമ്മേന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മമ്മേനെ കാണുന്ന ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാ. എന്നിട്ട് നവംബർ ഞാൻ ഓണത്തിന് അമ്മമ്മക്ക് ഡ്രസ്സും മേടിച്ച് ഞാൻ പച്ചക്കറി നട്ടിട്ടുണ്ട്, അതും എടുത്തിട്ട് പോയി. ഞാൻ മോനെ അമ്മമ്മക്ക് പച്ചക്കറികൾ ഇഷ്ടം പോലെ ഉണ്ട്, മോൻ ഒറ്റയ്ക്ക് ഇങ്ങനെ തിരുവനന്തപുരം കണ്ണൂർ വരാനാവില്ല, മോൻ വരണ്ട, മോൻ വലിയതായിട്ടാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ വിട്ടു. കുറച്ച് നാൾ വന്നിട്ടില്ല, ഇനി ഫോണ് പോയി അമ്മമ്മ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫോണ് ശരിയാക്കാൻ ഇപ്പോൾ ആദ്യം ദിവസവും വന്നു തുടങ്ങി. ഇന്ന് സ്കൂളിൽ പോയിട്ട് പരീക്ഷയായിരുന്നു, അത് കഴിഞ്ഞ പാടാന്ന് വരുന്നെന്ന് പറഞ്ഞു. ഇപ്പം വന്നിട്ട് പറഞ്ഞ് അങ്ങനെ ഓരോരോ ആൾക്കാരെയും നമുക്ക് കിട്ടുന്ന ചെറിയൊരു കുഞ്ഞുമക്കളെല്ലാം എന്നോട് നമ്മൾ കുട്ടികൾ നമ്മളോട് പെശക കളിക്കുന്നില്ലേ, അതേപോലെ വാശി പറയുമ്പോൾ എല്ലാം പറയും അന്ന മൈൻഡില്ല, അന്ന അങ്ങനെ ഞാൻ മുണ്ടൂല എന്നല്ല, അങ്ങനെയല്ലാന്ന് പിള്ളേർ പറയും. അങ്ങനത്തെ രസമാണ്, നല്ല രസമാണ്. അപ്പൊ ഞാനിപ്പം അമ്മ പറയുന്നതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചെന്താ വെച്ചാല് ഇപ്പൊ എല്ലാരെയും കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്കറിയാം. ഇപ്പൊ സാധാരണ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടും, ആ കമന്റ് ഇടുന്ന നമ്മ കമന്റ് വായിച്ച് അങ്ങ് വിടുന്നല്ലാണ്ട് ഇപ്പൊ ഓരോരാളെ പേഴ്സണൽ ഡീറ്റെയിൽസ് അറിയാം, ബ്ലഡ് കൊടുത്തതല്ലേ, റെസ്റ്റ് എടുക്കണം, അതുപോലെ ഫുഡ് കഴിക്കണം എന്നെല്ലാം പറയുന്നത്. എങ്ങനെയാണ് ഇതെല്ലാം ഓർമ്മിച്ച് വെക്കുന്നത്? അത് ഓർമ്മിച്ച് വെക്കുന്ന അവരെ എനിക്ക് സ്ഥിരമായിട്ട് വന്നിട്ട് നമ്മളെ ലൈവ് തീരുന്നവരെയും നമ്മളെ എല്ലാ കാര്യത്തിനും അവർ വീഡിയോസ് ആയാലും എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്നവരാണ്. അവരെ നമുക്ക് മറക്കാൻ പറ്റുമോ? പിന്നെ അധികം ഒരുപാട് ആൾക്കാരുണ്ട് വരുന്നവരെല്ലാം ഞാൻ ഒരുവിധം എല്ലാം ഞാൻ മനസ്സിൽ വെക്കും, അവരെ മറന്നു പോവില്ല. പിന്നെ ദൂരം വരുന്നവരെ ദിവസം വരുന്നവരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും എല്ലാവരും. അതാണ് എൻ്റെ. അതുപോലെ ഒരുപാട് പ്രൊഫഷണൽസും ചെറിയ കുട്ടികളും അങ്ങനെ എല്ലാവരും ഉണ്ട് അമ്മേന്റെ ഈ ഒരു സ്ഥിരം പ്രേക്ഷകരായിട്ട്. അപ്പൊ ആ ഒരു സൗഹൃദം നിലനിർത്തുന്ന തന്നെ വലിയൊരു അഭിമാനം പറഞ്ഞാൽ മതി. എനിക്കത് മാത്രം സിനിമ നടനുണ്ട്, സീരിയൽ നടനുണ്ട്. പത്തരമാറ്റിലെ സുധീർ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ട് അവിടെ ഉണ്ട്. ഓൻ ഇന്നലെയും കൂടി എൻ്റെ വീഡിയോയിൽ കമന്റ് ഇട്ടുണ്ട്, അമ്മേൻ്റെ അടുത്ത് എനിക്ക് ഒരിക്കൽ വരണം എന്നിട്ട് എൻ്റെ അമ്മ എന്നാ പറയുക. അപ്പോൾ ആദ്യമെല്ലാം നല്ല ആൾക്കാരുണ്ടായിരുന്നു, 32K ആൾക്കാർ വരെ വ്യൂസ് ഉണ്ടായിരുന്നു ആദ്യത്തിലും. പിന്നെ വയ്യ അങ്ങോട്ട് കുറഞ്ഞു. പിന്നെ കുറച്ച് ബാഡ് കമൻറ്റ് വന്നു. പിള്ളമാർ ഇതാണ് അവർ വന്ന് ആരിനിപ്പോൾ എന്തോ ഹൈഡാക്കുമോ എന്തോ ചെയ്തിട്ട് പിന്നെ ചാനലിൽ ആൾ കുറഞ്ഞു എനിക്ക്. അങ്ങനെയാണ് ഇപ്പോൾ ഇതിങ്ങനെ ആയിപ്പോയത്. മറ്റിങ്ങനെ എനിക്ക് ആൾക്കാരെന്ന് വെച്ചാൽ മെസ്സേജ് വായിച്ചാൽ തീരെയില്ല, അത്രക്കും ആൾക്കാരാണ്. ഇപ്പം വരുന്നവർ കൃത്യമായിട്ട് വരുന്നുണ്ട്, പക്ഷെ പണ്ടുള്ളവരൊന്നും കാണാൻ എല്ലാം ഹൈഡാക്കി വെച്ചിട്ട് ഒരു ദിവസം ബ്ലൂ കൊടുത്തിട്ട് അപ്പാടനെ അടിച്ച് കളഞ്ഞു കിട്ടും. അപ്പാടനെ ബ്ലൂ കൊടുത്തിട്ട് ഇത് മെസ്സേജെല്ലാം തേച്ചുണ്ട് ഡിലീറ്റാക്കി കളഞ്ഞ് ഇടങ്ങാറാക്കി വെച്ചിട്ട് അങ്ങനെയാണ് അതായിപ്പോയി. ഇപ്പം പിന്നെ ആ കുഴപ്പമൊന്നുമില്ല, ബേഡ് കമൻ്റ് ഒന്നുമില്ല, എല്ലാം ക്ലിയറായി. വരുന്നതിനെ അപ്പാട് ഹൈഡാക്കി വെക്കും, എന്തെങ്കിലും ഒന്ന് തെറി പറയാൻ വരുന്നതിന് അപ്പാടിനെ ഹൈഡാക്കും. ഇപ്പം സാധാരണ എല്ലാ കർഷകരും ചെയ്യുന്നത് ഒന്നിക്കിൽ രാസവളങ്ങൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ജൈവവളം. അപ്പം അമ്മേനെ സംബന്ധിച്ചിടത്തോളം ജൈവവളം തന്നെയാണ് എല്ലാത്തിനും പൂർണ്ണമായി ഉപയോഗിക്കുന്നത്. കൂടാതെ അത് സ്വന്തം രീതിയിൽ വീട്ടിലുണ്ടാക്കുന്ന ജൈവവളമാണ് ചെടികൾക്കെല്ലാം ഉപയോഗിക്കുന്നത്. അതെന്തൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടാക്കുന്നത്? അതിപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കർമൂസിന്റെ ഇല, കർമൂസ് എന്ന് പറഞ്ഞാൽ പപ്പായ എന്ന് പറയും നമ്മൾ. ഇത് പിന്നെ അടിയുണ്ട്, അത് അതിൻ്റെ ഇല, ആ ഇല അത് പിന്നെ ഈ സീമക്കൊന്ന, ഇനി ഈ പിന്നെ കറ്റാർ വാഴയില്ലേ, കറ്റാർ വാഴ, ഇതെല്ലാം അരച്ചിട്ട് നമ്മൾ മരുന്നാക്കി അടിച്ചിട്ട് തളിച്ച് കൊടുക്കും. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഇപ്പം പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലേ, നമ്മൾ ഈ തേച്ചും പൊന്നാങ്കണ്ണി ചീരയാണ്. 2-3 തരമുണ്ട്, ചെറുതും വലുതും വേറൊരു ചോന്നതും ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടതാണ് പൊന്നാങ്കണ്ണി ചീര ഇതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ശേഷം ഞാനത് വന്ന് അരച്ച് അതും കുറച്ച് കരിവേപ്പില എടുക്കും, കരിവേപ്പിലയും പിന്നെ കുറച്ച് മുരിങ്ങയില എടുക്കും. മുരിങ്ങയില നൈട്രജൻ ഒരുപാടുള്ളതാവൂല, എനിക്ക് എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല, അതൊന്നും എനിക്ക് പറയാൻ ഓർമ്മ കിട്ടൂല. അതിനുള്ള പറയുന്നത് എന്നാന്ന് ഞാൻ ചെയ്ത് നോക്കലാന്ന്. എല്ലാം അരച്ച് കലക്കി ഒഴിച്ച് കൊടുക്കും. പിന്നെ ഈ ഉലുവ കുതിർത്തിട്ട് അരച്ചിട്ട് ചാരവും കഞ്ഞിവെള്ളമെല്ലാം കൂട്ടിയിട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ദ്രുതവാട്ടത്തിന് വരാണ്ടിരിക്കും. ആദ്യം ഒഴിച്ച് കൊടുക്കണം, വന്നിട്ട് പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യം നട്ടിട്ട് ചെറുതാകുമ്പോൾ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് വരൂല. ഇപ്പം ഇതെല്ലാം കാണില്ല, ഇതെല്ലാം പറിച്ചിട്ട് ഇപ്പം വളമാക്കാം. നമുക്കിത് കറി വെക്കാൻ പറ്റുന്ന വറവാക്കന്നെയാണ്, നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്, വറവാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇത് ഇഷ്ടം പോലെ ഇങ്ങനെ പൊടിച്ച് വന്നുകൊടുക്കുന്നത് എല്ലാ സ്ഥലത്തും അപ്പുറം വന്നുകൊണ്ട് ഏത് ബാഗിലും ഇതുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് വേണ്ടി കപ്പാട് പറിച്ചിട്ട് വേണ്ടി കറി വെക്കുകയും ചെയ്യാം.
സ്വന്തം മക്കളോ ആയിട്ടോ കൊച്ചുമക്കളോ അല്ലെങ്കിൽ സ്വന്തം മക്കളോ ഇങ്ങനെ പെരുമാറാ തരത്തിലുള്ള ആൾക്കാരാണ് എനിക്ക് ഈ യൂട്യൂബ്. അതിൽ കുറച്ച് ആൾക്കാർ ഈ ചെബു എന്ന് പറഞ്ഞാൽ ഓൻ ഇപ്പോൾ ഇല്ല, ഉണ്ടെങ്കിലും ഓൻ ഇവിടെ എത്തിയിട്ട് ഓന് പണിക്ക് പോയിട്ട് ജോലിക്ക് പോയിട്ടുണ്ടാവും. ജോലിക്ക് പോകണമല്ലോ. പിന്നെ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെ പോയിട്ടില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ലൈവ് കാണുന്നവരോടും അതുപോലെ രാത്രിയിലത്തെ പ്രേക്ഷകരോടും നമ്മുടെ കൂടി ആശംസകൾ അറിയിക്കുക. അതുപോലെ അമ്മയെ പൊന്നുപോലെ നോക്കുക. അപ്പൊ എന്തായാലും ഭൂമികയിൽ അമ്മയെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പൊ ഇത്ര ദൂരത്തിനായാലും നമ്മൾ വന്ന് അമ്മയെ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും നന്ദി.